നമ്മളെയൊക്കെ നാട്ടിൽ വാഹനാപകടങ്ങളിൽ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് ബൈക്ക് ആക്സിഡൻ്റ് ആണ്. ഈ ബൈക്ക് ആക്സിഡൻറ്റിൽ നല്ലൊരു ശതമാനം കുത്തിക്കഴപ്പ് കൊണ്ട് വീഴുന്നതുകൊണ്ട്, അല്ലാതെ വെറുതെ മാന്യമായിട്ട് റോഡിലൂടെ പോകുന്ന സമയത്ത് തെന്നി വീഴുന്നതുകൊണ്ട് കേട്ടോ. ഈ മാന്യമായ റോഡിലൂടെ പോകുന്ന സമയത്ത് തെന്നി വീഴാനുള്ള സാധ്യത എന്ന് പറയുന്നത് റോഡിൽ കിടക്കുന്ന മണലും ചപ്പും ചവറും കല്ലൊക്കെ കൊണ്ടിട്ടാണ് കേട്ടോ. ഇനി നാഷണൽ ഹൈവേയിലെ ഏത് റോഡെന്ന് പറഞ്ഞാലും നമ്മുടെ റോഡിൻ്റെ സൈഡുകളിൽ ഇതുപോലെ മണ്ണൊക്കെ അടിഞ്ഞ് കിടപ്പുണ്ടാവും. ഈ ഒരു മെഷീൻ കൊള്ളാമല്ലേ, റോഡിലുള്ള കച്ചറ, ഈ റോഡിൻ്റെ സൈഡിൽ കിടക്കുന്ന മണലെല്ലാം ക്ലീൻ ചെയ്ത് അതൊക്കെ ഫുള്ള് അവിടെ കിടക്കുന്ന ഡസ്റ്റും കല്ലും അങ്ങനെയുള്ള എല്ലാം സക്ക് ചെയ്ത് എടുക്കുന്ന ഒരു മെഷീനാണ് കേട്ടോ. ഞാനിങ്ങനെ അത് നമ്മളെയൊക്കെ നാട്ടിൽ ഇങ്ങനെയുള്ളൊരു മെഷീൻ ഓടിയിരുന്നെങ്കിൽ, ഇങ്ങനെ ഒരു വണ്ടി ഓടിയിരുന്നെങ്കിൽ നമ്മുടെ നാട്ടിൽ എന്തോരം അപകടങ്ങൾ കുറഞ്ഞിട്ട് വരുന്നില്ല. ഈ റോഡിൻ്റെയൊക്കെ സൈഡിൽ കിടക്കുന്ന മണ്ണ് ഭയങ്കര പ്രശ്നമാണ്. ഈ ശരിക്കും നമ്മൾ ചെറിയ ഒരു വളവൊക്കെ വളഞ്ഞു വരുന്ന സമയത്താണെങ്കിൽ ടൂ വീലറിൽ വണ്ടി ഒന്ന് ടയർ സ്കിപ്പായിട്ട് നമ്മളൊന്ന് വീഴാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ്. ഞാൻ അങ്ങനെ വീണിട്ടുണ്ട്, 1-2 പ്രാവശ്യം ഞാൻ വീണിട്ടുണ്ട്. കുത്തിക്കിടപ്പുണ്ടെന്നല്ല, ഞാൻ ശ്രദ്ധിക്കാതെ മഴയത്ത് ഈ മണ്ണൊക്കെ കയറി കിടക്കുന്ന ഒരവസരം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വളഞ്ഞ സമയത്ത് തെന്നി വന്ന് വീണിട്ടുണ്ട് 1-2 പ്രാവശ്യം ഞാൻ. അപ്പോൾ ഇത് കണ്ടപ്പോഴാണ് ഞാൻ ആലോചിച്ചു, ഈ സാധനമൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്, നമ്മളെ റോഡൊക്കെ ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 2 പ്രാവശ്യം ഞാൻ വീട്ടിലായിരുന്നുണ്ട്. ദിവസവും എങ്ങനെ പോയാലും ഒരു കേരളത്തിൽ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു 5-6 പേരെങ്കിലും ഈ റോഡിലെ മണ്ണും റോഡിൽ കിടക്കുന്ന കല്ലും മണ്ണൊക്കെ കാരണം വീഴാനുള്ള സാധ്യതയുണ്ട്. പിന്നെ മറ്റൊരു കാര്യം കൂടി പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ റോഡിൽ ഈ മണ്ണും പൊടിയും കൊണ്ട് വീഴുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ റോഡിൻ്റെ ശോചനീയമായിട്ടുള്ള പൊട്ടിത്തകരലും അങ്ങനെയുള്ള റോഡിൻ്റെ വെറും കുണച്ച റോഡായതുകൊണ്ട് മാത്രം വീഴുന്ന ആളുകളുണ്ട് കേട്ടോ. അപ്പം നിങ്ങളൊക്കെ ഇത് കാണുമ്പോൾ വിചാരിക്കും, രാജ്യത്തിന് പുറത്ത് പോയിട്ട് മറ്റുള്ള രാജ്യത്ത് ഏതെങ്കിലും രാജ്യത്ത് പോയിട്ട് നമ്മുടെ നാടിനെ കുറ്റപ്പറയുന്ന അല്ലടാ നാറിയെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നും. നിങ്ങൾക്കിപ്പോൾ അങ്ങനെ തോന്നിയാൽ തന്നെ എനിക്കൊരു പ്രശ്നമില്ല, അത് വേറെ കാര്യം. നമ്മൾ ഈ പൊട്ടക്കിനടി കിടക്കുന്ന തവളയായി ജീവിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മളെന്തെങ്കിലും പുറം ലോകത്ത് പോയി കാണുന്ന സമയത്ത് അത് നമ്മുടെ നാട്ടിലും നടപ്പിലാക്കിയാൽ എന്താണ് കുഴപ്പമെന്ന് ചിന്തിക്കുന്നതിൽ എന്താണ് കുഴപ്പം. നമ്മുടെ ഏതെങ്കിലും ഒരു ഏതെങ്കിലും കോർപ്പറേഷൻ്റെ പോയി, ഇപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ കാര്യം തന്നെ എടുക്കാം. തിരുവനന്തപുരത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യട്ടെ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ.